ചെയ്തിട്ടുണ്ട്. മഹാനായ ഇമാം ഹൈസമി പറഞ്ഞു, റിജാലുഹു സിഖാത്തുൻ, ഇതിന്റെ പരമ്പരയിലെ ഓരോ ആളുകളും സിഖാത്തുൻ, അവർ സത്യസന്ധരാകുന്നു. അതുകൊണ്ട് അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾ കണ്ടാൽ ഒരു വിഭാഗം ആളുകൾ ഖുതുബ പരിഭാഷപ്പെടുത്തണമെന്നും മറ്റൊരു വിഭാഗം ഖുതുബ പരിഭാഷപ്പെടുത്തരുത് എന്നും പറയുന്നതായി നിങ്ങൾ കണ്ടാൽ, ഒരു വിഭാഗം ആളുകൾ സ്ത്രീ ജുമാ ജമാഅത്ത് അത് അനുവദനീയമാണെന്നും പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകണമെന്നും പോവേണ്ടതാണെന്നും പറഞ്ഞു, മറ്റൊരു വിഭാഗം പോവേണ്ടതല്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ മതത്തിൽ തർക്കമുണ്ടാകുന്ന സമയത്ത് അലൈക്കും ബിസ്സവാദില്ലാളം, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതലുള്ള ആളുകൾ പറയുന്നത് കേൾക്കണമെന്നല്ല റസൂൽ പറഞ്ഞത്, മറിച്ച് ആഗോളതലത്തിൽ ഇസ്ലാമിന്റെ മുഖ്യധാര എന്താണോ പറയുന്നത് അവിടെയാണ് നിങ്ങൾ നിലയുറപ്പിക്കേണ്ടത് എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കഴിഞ്ഞില്ല, ഇതിന്റെ മറ്റൊരു വിഭാഗത്തിൽ ഇങ്ങനെ കൂടി കാണാൻ സാധിക്കുന്നതാണ്. എന്താണ്? സ്വഹാബത്ത് ചോദിച്ചു, ഏതാണ് ഈ സവാദുൽ ആളം എന്ന് പറഞ്ഞാൽ? അന്ന് എല്ലാവരും ഒരേ രൂപത്തിൽ ഒരേ വിശ്വാസത്തിലുള്ള ആളുകളാണല്ലോ, പിന്നീടാണ് വ്യത്യാസങ്ങളും വിഭാഗീയതയും വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ അന അലൈഹി വ സുഹാബി, എന്റെയും എന്റെ സ്വഹാബത്തിന്റെയും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവരാരാണ്, അവരേതാണ് എന്ന് നമ്മൾ പഠനം നടത്തേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കേരളീയർ ഭാഗ്യവാന്മാരാണ് നമ്മൾ. എന്തുകൊണ്ട്? ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തു തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്. പട്ടായിപ്പള്ളിയിൽ നമുക്കറിയാം, ബുനിയത്ത് ഹാദൽ മസ്ജിദു സനത 5 മിനൽ ഹിജ്റ, ഹിജ്റ 5-ാം വർഷമാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അവിടുത്തെ ശിലാഫലം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോ അള്ളാഹുവിന്റെ റസൂലിന് 58 വയസ്സായപ്പോ കേരളത്തിൽ പള്ളി പണിയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. നമുക്ക് നോക്കാം സ്വഹാബത്തിന്റെ നിലപാടെന്തായിരുന്നു. തർക്ക വിഷയങ്ങളിലേക്ക് നിങ്ങൾ വരിക. ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ലളിതമായ ഒരു വിഷയം എടുക്കാം. കോലാഹലങ്ങൾ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനമുണ്ടായത് മുതൽ അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായത് മുതൽ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ ജുമുഅ ഏത് ഭാഷയിലാണ് നിർവഹിക്കേണ്ടത് എന്നത്. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബികളുടെയും നിലപാട് എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സ്വഹാബത്ത് ഏതൊരു നിലപാടാണ് സ്വീകരിച്ചത്? അവർ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരുപാട് നാടുകളിലേക്ക് പോയിട്ടുണ്ടല്ലോ. അറബി നാടുകളിലേക്കും അനറബി നാടുകളിലേക്കും പോയിട്ടുണ്ട്. കേരളത്തിൽ അവർ വന്നിട്ടുണ്ട്. അവരിവിടെ വെച്ച് വിവാഹം കഴിച്ചിട്ടുണ്ട്. അവരിവിടെ ജീവിതം കൂട്ടുകുടുംബ ജീവിത വ്യവഹാരങ്ങളിൽ അവർ പങ്കുചേർന്നിട്ടുണ്ട്. ധാരാളം കാലം ഇവിടെ ജീവിച്ചിട്ട് അവരുടെ ഭാഷയും അവരുമായുള്ള ഇടപെടലും ഒക്കെ ഉണ്ടായിട്ടും പക്ഷേ ജനങ്ങളെ, മുസ്ലിമീങ്ങളെ, നവാഗതരായ ആളുകളെ അവർക്ക് മുമ്പിൽ കിട്ടുമ്പോൾ ഇത് നല്ലൊരു ചാൻസാണ്, ഇവരുടെ പ്രാദേശിക ഭാഷയിൽ നമുക്ക് പ്രസംഗിച്ചു കളയാം എന്നവരാരും മനസ്സിലാക്കിയില്ല. മറിച്ച് അറബി ഭാഷയിലാണ് അവർക്ക് ഖുതുബ നിർവഹിച്ചിട്ടുള്ളത്. സ്വഹാബികളുടെയും എന്റെയും സ്വഹാബികളുടെയും പാത അത് ഏതാണ്? ഖുതുബയുടെ വിഷയത്തിൽ അറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കുക എന്നുള്ളതാണ്. ഇത് മുജാഹിദുകളുടെ സ്ഥാപക നേതാവ് കൂടിയായ KM മൗലവി എന്ന് പറയുന്ന മൗലവി തന്നെ ജുമുഅ ഖുതുബ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികൾ, താബിഈകൾ ഇവരെല്ലാവരും അറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്നവരായിരുന്നു. ഖുതുബ മുഴുവനും അറബി ഭാഷയിലായിരുന്നു നിർവഹിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ സാക്ഷീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ വിഷയകമായ നിലപാടെന്താണ്? സ്വഹാബത്തിന്റെ നിലപാടെന്താണ്? നമുക്ക് മനസ്സിലായി, അത് അറബി ഭാഷയിലുള്ള ഖുതുബയായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് വന്നുകൊണ്ട് ഇസ്ലാമിൽ നവീകരണം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകളെ പരിശോധിക്കുക. അവർ എന്തിന്റെ പേരിലാണ് ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞത്? ഖുർആനിൽ അങ്ങനെ ഉണ്ടായതുകൊണ്ടായിരുന്നോ? അല്ല. ഖുർആനിൽ ഖുതുബ തിരിയേണ്ടതാണ് എന്ന് ഒരു ആയത്തിലും പറഞ്ഞിട്ടില്ല. ഹദീസിൽ അങ്ങനെ ഉണ്ടായതുകൊണ്ടാണോ? അല്ല, ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ സഹാബികൾ എവിടെയെങ്കിലും അങ്ങനെ ചെയ്തത് കൊണ്ടാണോ? അതുമല്ല. മറിച്ച് സ്വന്തമായ ഒരു യുക്തിവാദമായിരുന്നു അവർ നടത്തിയത്. ഖുതുബ ഒരു പ്രസംഗമാണ്. പ്രസംഗം ജനങ്ങളുടെ ഭാഷയിലായിരിക്കണം, ഞങ്ങൾക്ക് തിരിയുന്നതായിരിക്കണം. ഇത് അവരുടെ ഒരു ന്യായീകരണം മാത്രമായിരുന്നു, യുക്തിവാദം മാത്രമായിരുന്നു. നിങ്ങൾക്കറിയുമോ, ഈ അടുത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് ഒരു ഹമീദ് ശാന്തമംഗല്ലൂർ എന്ന് പറയുന്ന ഒരു യുക്തിവാദി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് നല്ല ഒരു ത്രില്ല് തോന്നി. എന്താ കാര്യം? കാരണം ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ബാങ്ക് വിളി പ്രാദേശിക മലയാളത്തിലാക്കിക്കൂടെ എന്നാണ് അതിന്റെ ടൈറ്റിൽ. സുന്ദരമായിട്ടുണ്ട്. മുജാഹിദുകൾക്ക് പറ്റിയ വലിയ മുജാഹിദാണ് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ? ചേകനൂർ മൗലവി പോലും അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഏത് ബാങ്ക് മലയാളത്തിലാക്കിക്കൂടെ? അദ്ദേഹം
ഭാഷയാണ്. ഭാഷാപരമായ ആധിപത്യവും ഇമ്പീരിയലിസവും നമ്മൾ അംഗീകരിച്ചുകൂടാ. അതുകൊണ്ട് നമ്മൾ മലയാളികൾ, നമുക്ക് മലയാളത്തിൽ ബാങ്ക് കൊടുത്താൽ എന്തൊരു ചന്തമുണ്ടായിരിക്കും. നമ്മുടെ ഭാഷയോടുള്ള, പ്രാദേശിക ഭാഷയോടുള്ള പ്രളയത്തിന്റെ ഭാഗമായി അതിനെ വിലയിരുത്തപ്പെടാം. ഖുർആനും ഹദീസും മാറ്റി നിർത്തി, അതുപോലെ തന്നെ സഹാബികളുടെ വഴികളും മുത്തറസൂല് പഠിപ്പിച്ച മാനദണ്ഡങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് പുതിയതായ ഒരു ഗവേഷണത്തിൽ നമ്മൾ മുതിർന്നാൽ ഇതിലപ്പുറം നമുക്ക് കേൾക്കേണ്ടി വരും. ഒരിക്കൽ ചേകരൻ മൗലവിയുടെ ഒരു അനുയായിയുടെ ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയുമോ? അദ്ദേഹം പറയുന്നത് നമ്മുടെ നിസ്കാരങ്ങൾക്കൊന്നും ജീവനില്ല എന്ന്. നമ്മുടെ നിസ്കാരങ്ങൾക്കും ജീവനില്ല. അതെന്താ കാരണം? അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതെന്തുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യേണ്ടി വരുന്നത്? നിസ്കാരം തന്നെ ഒരു ദുആ അല്ലേ? നിസ്കാരം തന്നെ ഒരു പ്രാർത്ഥനയല്ലേ? പിന്നെ എന്തിനാണ് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നത്? നിസ്കാരം എന്ന ദുആ അല്ലെങ്കിൽ നിസ്കാരം എന്ന പ്രാർത്ഥന അത് പ്രാർത്ഥനയായിട്ടില്ല എന്നതുകൊണ്ടാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ ദുആ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ എന്തു ചെയ്യണം? അദ്ദേഹത്തിന്റെ മറുപടി, അദ്ദേഹത്തിന്റെ വിശദീകരണം, അത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നാമും ദൈവവും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണം. എന്നാൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് ജീവൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവനുള്ള പ്രാർത്ഥനയും ജീവനുള്ള നിസ്കാരവുമാകണോ? എന്നാൽ നമ്മൾ മലയാളത്തിൽ നിസ്കരിക്കണം എന്നാണ് അദ്ദേഹം ക്ലാസ് എടുത്തത്. ഖുർആനല്ല തെളിവ്, ഹദീസല്ല തെളിവ്, മറിച്ച് സ്വഹാബികൾ ചെയ്തതല്ല തെളിവ്, അല്ലാഹു റസൂൽ പഠിപ്പിച്ച മാനദണ്ഡങ്ങൾ ഒന്നുമല്ല തെളിവ്, മറിച്ച് സ്വന്തം യുക്തിയാകുന്നു. എന്നാൽ ഇത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്, ഇത് മുഅ്മിനിന്റെ ലക്ഷണമല്ല. അവരെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾക്കത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവഗണിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോരുത്തരും പുതിയ വാദഗതികളുമായി മുന്നോട്ട് വരുമ്പോ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ എന്ന് അല്ലാഹു റസൂൽ ചൂണ്ടിക്കാണിച്ചു തന്ന വിഭാഗം ഏതോ ആ വിഭാഗത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഭൂരിപക്ഷം എവിടെ നിൽക്കുന്നു? മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം, മുഖ്യധാര എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള കണക്ക് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, എല്ലാ കാലത്തും മുഖ്യധാരയായി ഭൂരിപക്ഷമായി നിലകൊണ്ടിട്ടുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. എവിടെ? മുസ്ലിം സമുദായത്തില്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കും, ഖുർആനിലില്ലേ വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എന്റെ അടിമകളിൽ വളരെ കുറച്ച് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, സത്യം അംഗീകരിക്കുന്നുള്ളൂ എന്ന് ഖുർആനിലില്ലേ? അപ്പൊ ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷമാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളെന്ന് ഖുർആൻ പറയുന്നു. ഖുർആനിനെതിരായ ഹദീസുകൾ നമ്മൾ തള്ളിക്കളയും എന്നൊന്നും